ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ 1 kg കിറ്റ്കാറ്റ് കേക്കിൻ്റെ ഒരു കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി ചോക്ലേറ്റ് സ്പോഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയറാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ അതിനെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ നോർമൽ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അതാണ് ഞാനിവിടെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് വെറ്റതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ടുണ്ട്. നോസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് റൗണ്ടായിട്ട് അതിൽ ഫുള്ളായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് അതൊന്ന് ലെവലാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിരുന്നു. അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് നട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇടയിൽ കിറ്റ്കാറ്റും ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ അന്നേരം കിറ്റ്കാറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കിറ്റ്കാറ്റ് വെക്കായിരുന്നത്. പിന്നെ അടുത്ത ലെയർ വെച്ചും അത് ഇതുപോലെ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് സെയിം നമ്മുടെ ഗനാഷും അതുപോലെ നട്ട്സൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലെയർ കൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് അത് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം.
ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ഫൈനൽ കോട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ആ ടൈം വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, കറണ്ട് പോയിട്ട് ഫുൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. ഫുൾ കോട്ട് ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫൈനൽ കോട്ടും കൂടി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിന് മുകളിലോട്ട് ഗനാഷ് വയ്ക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് ചോക്ലേറ്റിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഗനാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗനാഷ് ഒഴിച്ചതിന് ശേഷം ഒരു പാലറ്റ് നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്താക്കി കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഇട്ടാക്കണ്ട, ചിലപ്പോൾ അത് ക്രീമിൻ്റെ കൂടെ അത് ചേർന്ന് കലങ്ങിപ്പോവും. അതുപോലെ സൈഡിലൊക്കെ ഞാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗനാഷ് വെച്ചിട്ട്. പിന്നെ ബാക്കി വന്ന ഗനാഷൊക്കെ ഞാൻ ഒരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് മൊത്തം ഞാൻ എടുത്തതിൽ പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു കാർഡ് വെച്ചിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ശേഷം ഒരു തുണി കഷ്ണം എടുത്തിട്ട് ഒരു ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലോട്ട് കിറ്റ്കാറ്റൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 17 കിറ്റ്കാറ്റും അതുപോലെ ഒരു കുപ്പിയിൽ ഷുഗർ ബോൾസ്, പിന്നെ 5 പാക്കറ്റ് ഷോർട്ട്സ്, അതുപോലെ ഒരു 50 ഗ്രാമോളം ജംസും അത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിറ്റ്കാറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് 17 കിറ്റ്കാറ്റിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഒരു 4 ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, 4-5 ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡ് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഒരു 4 ബാർ ഞാൻ മുകളിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒന്നിൽ നമ്മുടെ ഷോർട്ട്സ്, അതുപോലെ ഒന്നിൽ ജംസ്, പിന്നെ ഒന്നിൽ ഒരു ഷുഗർ ബോൾസും അതുപോലെ ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരു റിബൺ കൂടി വെച്ച് കൊടുക്കാം, കെട്ടിക്കൊടുക്കുന്നുണ്ട്. ചെറിയ റിബൺ കിട്ടുന്നത് മാത്രം എനിക്ക് ഭയങ്കര പണിയാണ്. എനിക്കത് ആ ഒരു ബൗ സെറ്റാവുകയില്ലായിരുന്നു, കുറേ ടൈം എടുത്താലേ അത് സെറ്റാവുള്ളൂ. ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഈ കേക്ക് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാം. അതുപോലെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം.
എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.